ജോലി, സ്റ്റഡീസ്, ചെറിയ 2 കുട്ടികൾ, ഒരു ഹെൽപ്പിന്, എക്സ്റ്റെൻഡഡ് ഫാമിലി, അടുത്തില്ലാത്ത അബ്രോഡ് ജീവിതം, അങ്ങനെ അത്യാവശ്യം ബേൺഡ് ഔട്ട് ആയിട്ട് ഇരിക്കുന്ന ടൈമിലാണ് ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാതെ ബുക്സിന്റെ ലോകത്തോട്ട് എത്തിയത്. ആൻഡ് ഇറ്റ് ചേഞ്ച് മൈ ലൈഫ്. 2021-2022 ഞാൻ ബുക്ക് വായന തുടങ്ങിയത്. അങ്ങനെ നോക്കിയാൽ 4 വർഷമേ ആയിട്ടുള്ളെങ്കിലും ബുക്സിന്റെ ലൈഫിൽ വരുത്തിയ മാറ്റങ്ങൾ ഭയങ്കര ഡ്രാസ്റ്റിക് ആയിരുന്നു. ജൂലൈ ഈസ് മൈ ബർത്ത്ഡേ മന്ത്. സോ ഈ വർഷം 37 വയസ്സാകുമ്പോൾ ഐ റിയലി വാണ്ട് ടു സെലിബ്രേറ്റ് മൈ ബർത്ത്ഡേ വിത്ത് ബുക്സ്. ബുക്സിലൂടെ ഞാൻ ഗെയിൻ ചെയ്ത വിസ്ഡം ഒന്ന് റീകളക്ട് ചെയ്യുക, എന്റെ മൈൻഡ് സെറ്റ് മാറ്റിയ ബുക്സ്, എന്റെ പാരന്റിംഗ് ബെറ്റർ ആക്കിയ ബുക്സ്, എന്റെ ടൈം മാനേജ്മെന്റ് ഇംപ്രൂവ് ചെയ്ത ബുക്സ്, എന്റെ മെന്റൽ ഹെൽത്ത് ഇംപ്രൂവ് ചെയ്ത ബുക്സ്, എനിക്ക് ബോൾഡ് ഡെസിഷൻസ് എടുക്കാനായിട്ട് ധൈര്യം തന്ന ബുക്സ്, എന്റെ ഉള്ളിന്റെ ഉള്ളിൽ നിന്നും വരുന്ന ആഗ്രഹങ്ങളെ മറ്റേത് എക്സ്റ്റേണൽ ഇൻഫ്ലുവൻസ് ഇല്ലാതെ ഫുള്ളായി ചെവി കേൾക്കാനായിട്ട് പഠിപ്പിച്ച ബുക്സ്. അങ്ങനെ പറയാൻ പോയാൽ ഒരുപാടുണ്ട്. അങ്ങനെയുള്ള 37 ബുക്സ് ഏതെല്ലാം എന്നാണ് ഞാൻ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത്. These aren't just 37 books, they are 37 turning points, little sparks that change how I think, feel and live. ലൈഫിൽ ഒരു പുതിയ തുടക്കം ആഗ്രഹിക്കുന്നവർ, എന്തൊക്കെയോ ചെയ്യണമെന്നുണ്ട് ബട്ട് അതൊക്കെ തുടങ്ങാനായിട്ട് ഒരു ധൈര്യമില്ല എന്ന് വിചാരിച്ചിരിക്കുന്നവർ, കംഫർട്ട് സോണിൽ നിന്നും പുറത്തു വരണം എന്നൊക്കെ ഉണ്ട് ബട്ട് എങ്ങാനും ഫെയിൽ ആയാലോ എന്നുള്ള പേടിയുള്ളവർ, പാരന്റിംഗ് ഗിൽറ്റ് ഉള്ളവർ, വർക്ക് പ്രഷർ കാരണം സ്ട്രെസ്ഫുൾ ആയിട്ട് ലൈഫ് നയിക്കുന്നവർ, ഓർ ഇതൊന്നും ഇല്ലെങ്കിലും നല്ല കുറച്ച് ബുക്സിനെ കുറിച്ച് അറിയണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് എല്ലാം ഈ ഒരു വീഡിയോ എന്റെ ബർത്ത്ഡേ ട്രീറ്റ് ആയിട്ട് നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഓൾസോ നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും നല്ല ഒരു ചേഞ്ച് കൊണ്ടുവരാനായിട്ട് ഈ വീഡിയോ ഹെൽപ്ഫുൾ ആയി തോന്നിയെങ്കിലും ഒപ്പം എന്റെ ബർത്ത്ഡേ കുറച്ചുകൂടി എക്സ്ട്രാ സ്പെഷ്യൽ ആക്കാൻ തോന്നിയാലും ഞാൻ എന്റെ ബുക്സിന്റെ ആമസോൺ വിഷ് ലിസ്റ്റ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഞാൻ വായിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ബുക്സിന്റെ ലിസ്റ്റ് ആണത്. ഇഫ് യു വിഷ് അതിൽ ഏതെങ്കിലും ബുക്ക് എനിക്ക് ഗിഫ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ആ ലിങ്ക് ക്ലിക്ക് ചെയ്ത് അയക്കാവുന്നതാണ്. ഇറ്റ് വിൽ ട്രൂലി മീൻ എ ലോട്ട്. ആൻഡ് ഓൾസോ ഇതുപോലെ ഇനിയും കുറെ ബുക്ക് റിലേറ്റഡ് കണ്ടന്റ് പബ്ലിഷ് ചെയ്യാനായിട്ട് എനിക്കത് ഹെൽപ്ഫുൾ ആവും. ഇത് ജസ്റ്റ് ഒരു ഓപ്ഷണൽ കാര്യമാണ് കേട്ടോ. ഗിഫ്റ്റ് അയക്കുന്നോ ഇല്ലയോ വീഡിയോ ഫുൾ മിസ് ആക്കാതെ ഇരുന്ന് കാണാം. കുറച്ച് ലെങ്തി ആയിരിക്കും ബട്ട് ഡോണ്ട് മിസ് ഇറ്റ്. ഓൾസോ ഈ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്ന എല്ലാ ബുക്സിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ചില ബുക്സിന്റെ ഒക്കെ ഡീറ്റെയിൽഡ് സമ്മറി വീഡിയോ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുമുണ്ട്. അതിന്റെ ഒക്കെ ലിങ്ക്സും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾ അത് ഇതുവരെ കണ്ടിട്ടില്ലെങ്കിൽ വേണമെങ്കിൽ ചെക്ക് ചെയ്യാവുന്നതുമാണ്. ഈ വീഡിയോ യൂസ്ഫുൾ ആയി തോന്നിയാൽ ലൈക്ക് ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. പാർട്ട് 1 മൈൻഡ് സെറ്റ് ഷിഫ്റ്റ്. ബുക്ക് നമ്പർ 1 ദ കറേജ് ടു ബി ഡിസ്ലൈക്ക്. ഏതൊരു കാര്യം ചെയ്യുമ്പോഴും നമ്മുടെ മനസ്സിൽ വരാറുള്ള ഒരു തോട്ടാണ് മറ്റുള്ളവർ എന്നെ കുറിച്ച് എന്ത് വിചാരിക്കും. ആ ഒരു തോട്ട് കാരണം തന്നെ നമ്മൾ കുറെ ആഗ്രഹങ്ങളൊക്കെ ചെയ്യാതെ മാറ്റിവെക്കാറുണ്ട്. ഞാനും അങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു. ബട്ട് ഈ ബുക്ക് എന്റെ മൈൻഡ് സെറ്റ് ചേഞ്ച് ചെയ്തു. മറ്റുള്ളവർ എക്സ്പെക്ട് ചെയ്യുന്ന പോലത്തെ ലൈഫ് ജീവിക്കുന്നതിന് പകരം എന്റെ എക്സ്പെക്ടേഷൻ അനുസരിച്ച് ജീവിക്കാനും, അങ്ങനെ ജീവിക്കുമ്പോൾ ഇൻ കേസ് മറ്റുള്ളവർ എന്നെ വെറുത്താലും ദാറ്റ്സ് ഓക്കെ എന്ന് മൈൻഡ് സെറ്റ് ആക്കാനുള്ള കറേജ് തന്നതും ദ കറേജ് ടു ബി ഡിസ്ലൈക്ഡ് എന്ന ഈ ഒരു ബുക്കാണ്. ബുക്ക് നമ്പർ 2 ട്യൂസ്ഡേസ് വിത്ത് മോറി. എന്നെ കുറെ കാര്യങ്ങൾക്ക് ബോൾഡ് ഡെസിഷൻസ് എടുക്കാൻ ഹെൽപ്പ് ചെയ്ത ഒരു ബുക്കാണിത്. ഈ ബുക്കിലെ ഒരു വണ്ടർഫുൾ കോട്ട് ഉണ്ട്. ഇഫ് യു ഡോണ്ട് ലൈക്ക് യുവർ കൾച്ചർ ക്രിയേറ്റ് യുവർ ഓൺ. നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ ഫോളോ ചെയ്യുന്ന പല കാര്യങ്ങളും ഓരോ ലൊക്കേഷൻ ഓർ ഓരോ റീജിയനിലെ ആളുകൾ, ജെൻഡർ, ഒക്കുപേഷൻ ടൈപ്പ് ഇതിനൊക്കെ ബേസ് ചെയ്ത് പണ്ട് ആരൊക്കെയോ സെറ്റ് ചെയ്ത കുറെ റൂൾസും കൾച്ചറും ഒക്കെയാണ്. അതിൽ ഏതെങ്കിലും ഫോളോ ചെയ്യുന്നത് നമുക്ക് സ്യൂട്ട് ആവാത്ത പോലെ തോന്നിയാല് എല്ലാരും ഇങ്ങനെയൊക്കെയല്ലേ ചെയ്യുന്നത്, അപ്പൊ ഞാനും ഇത് എന്തായാലും ഫോളോ ചെയ്യണം എന്ന് പറഞ്ഞിരിക്കാതെ എനിക്ക് ഇഷ്ടമുള്ള രീതിയിൽ പുതിയൊരു കൾച്ചർ ക്രിയേറ്റ് ചെയ്തെടുക്കാനുള്ള ഒരു ഇൻസ്പിറേഷൻ തന്ന ഒരു ബുക്കാണ് ട്യൂസ്ഡേസ് വിത്ത് മോറി. ബുക്ക് നമ്പർ 3 4000 വീക്സ്. ഈ ഭൂമിയിൽ നമുക്കുള്ള ടൈം ഫൈനൈറ്റ് ആണ് എന്ന തോട്ട് നമുക്ക് എപ്പോൾ വരുന്നുവോ അപ്പോഴാണ് നമുക്ക് ആ ലിമിറ്റഡ് ആയിട്ടുള്ള ടൈമിന്റെ വാല്യൂ ഫുൾ ആയിട്ട് മനസ്സിലാവുള്ളൂ. കുട്ടികള്, സ്പൗസ്, പാരന്റ്സ്, മറ്റു ഫാമിലി മെമ്പേഴ്സിന്റെ കൂടെ ചിലവഴിക്കുന്ന സമയവും ലിമിറ്റഡ് ആണ് എന്നുള്ള ഒരു തോട്ട് വരുമ്പോഴാണ് സിമ്പിൾ ആയിട്ടും അലസമായിട്ടും എല്ലാം നമ്മൾ ഫാമിലി മെമ്പേഴ്സിന്റെ കൂടെ സ്പെൻഡ് ചെയ്തിരുന്ന മൊമെന്റ്സ് ഒക്കെ എത്ര വാല്യുബിൾ ആയിരുന്നു എന്ന് മനസ്സിലാവുള്ളൂ. അതുപോലെ തന്നെയാണ് പിന്നെ ചെയ്യാം എന്ന് പറഞ്ഞ് ഇമ്പോർട്ടന്റ് ആയ കാര്യങ്ങളൊക്കെ മാറ്റി വെക്കുമ്പോൾ നമുക്ക് നഷ്ടമാകുന്നത് ഒരിക്കലും തിരിച്ചു കിട്ടാത്ത ഫൈനൈറ്റ് ആയിട്ടുള്ള ടൈമാണ്. ഇങ്ങനെ ടൈമിന്റെ ഇമ്പോർട്ടൻസ് എനിക്ക് മനസ്സിലാക്കി തന്ന ബുക്കാണ് 4000 വീക്സ്. ബുക്ക് നമ്പർ 4 സം ഡേയ്സ് നോട്ട് എ ഡേ ഇൻ ദ വീക്ക്. ലൈഫ് എപ്പോഴും നമ്മൾ വിചാരിച്ച പോലെ പോകണം എന്നില്ല. അതുകൊണ്ട് ഈ പണികളൊക്കെ ഒന്ന് തീർക്കട്ടെ, കുട്ടികളൊന്ന് വലുതാവട്ടെ, പെൻഷൻ ആകട്ടെ, അങ്ങനെ ഓരോന്നും പറഞ്ഞ് ലൈഫിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ പിന്നെ ചെയ്യാം എന്ന് മാറ്റിവെക്കുന്ന പരിപാടിക്ക് പകരം ലിവ് ഇൻ ദ മൊമെന്റ് എന്ന വണ്ടർഫുൾ ആയിട്ടുള്ള ഒരു മെസ്സേജ് എനിക്ക് കിട്ടിയത് സം ഡേയ്സ് നോട്ട് എ ഡേ ഇൻ ദ വീക്ക് എന്ന ബുക്കിലൂടെയാണ്. ബുക്ക് നമ്പർ 5 ദ സീക്രട്ട്. പോസിറ്റീവ് ആയിട്ട് ഇരിക്കുക, ലൈഫിൽ ലഭിച്ചിട്ടുള്ള കാര്യങ്ങൾക്ക് താങ്ക്ഫുൾ ആവുക, നെഗറ്റീവ് ആൾക്കാരിൽ നിന്ന് ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുക. ഇതൊക്കെ ഞാൻ ലൈഫിൽ ഫോളോ ചെയ്യാനുള്ള ഒരു കാരണം ഈ ഒരു ബുക്കാണ്.
ഓൾസോ വിചാരിച്ച പോലെ പ്ലാൻസിലോട്ട് എത്തിപ്പെടാൻ ഫുൾ റോഡ് മാപ്പ് ഫസ്റ്റ് കിട്ടിയാലേ ഞാൻ കാര്യങ്ങൾ തുടങ്ങുള്ളൂ എന്ന് പറഞ്ഞിരിക്കാതെ മുന്നിലുള്ള പാതയുടെ കുറച്ച് സ്റ്റെപ്സ് കാണാൻ സാധിച്ചാൽ തന്നെ അത് തുടങ്ങുക, പതിയെ അതൊക്കെ ഫുള്ള് വഴി കാണിച്ചു തന്ന് ഡെസ്റ്റിനേഷനിൽ എത്തിക്കും. അതിന് പകരം എന്താകുമോ എന്നോർത്ത് പേടിച്ചിരുന്നാല് നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത പോലെ തോന്നുള്ളൂ എന്നുള്ള ഒരു മെസ്സേജും എനിക്ക് ലഭിച്ചത് ദ സീക്രട്ട് എന്ന ഈ ഒരു ബുക്കിലൂടെയാണ്. പാർട്ട് 2 പ്രൊഡക്ടിവിറ്റി ആൻഡ് പർപ്പസ്. ബുക്ക് നമ്പർ 6 ദ 5 AM ക്ലബ്. എന്റെ ലൈഫിനെ ട്രാൻസ്ഫോം ചെയ്ത മറ്റൊരു കാര്യമാണ് വേക്കിംഗ് അപ്പ് ഏർലി. നേരത്തെ എണ്ണീറ്റ് എനിക്ക് ലഭിക്കുന്ന അൺഡിസ്ട്രാക്റ്റഡ് ഫോക്കസ്ഡ് ടൈമിൽ എന്റെ വർക്കിന്റെ നല്ലൊരു ശതമാനവും എനിക്ക് ചുറ്റുമുള്ള ലോകം എണ്ണീറ്റ് വരുമ്പോഴേക്കും തീർക്കാനായിട്ട് പറ്റുന്നുണ്ട്. ഇത് എനിക്ക് പണികൾ തീരുന്നില്ലല്ലോ എന്ന ആൻസൈറ്റി ഉണ്ടാക്കില്ല, കുട്ടികളുടെ കൂടെ കുറെ ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റാതെയുള്ള മോമി ഗിൽറ്റ് ഉണ്ടാക്കില്ല, ഓൾസോ വർക്കിലും പ്രോഗ്രസ് ആകാനായിട്ട് പറ്റുന്നുണ്ട്. ഇങ്ങനെ മോർണിംഗ് നേരത്തെ എണ്ണിക്കാനുള്ള റൂട്ടീനെ കുറിച്ച് എന്നെ പഠിപ്പിച്ച ബുക്കാണ് ദ 5 AM ക്ലബ്. ബുക്ക് നമ്പർ 7 ദ 12 വീക്ക് ഇയർ. എപ്പോഴും ഡിസംബർ എൻഡ് ആവുമ്പോൾ അടുത്ത വർഷത്തേക്ക് ഇയർലി ഗോൾസ് ഒക്കെ ഇട്ട് അത് ആദ്യത്തെ കുറച്ച് മന്ത്സ് ഉഷാറോടെ ഫോളോ ചെയ്തിട്ട് മിഡ് ഇയർ കഴിയുമ്പോൾ എല്ലാ എന്തൂസിയാസവും കുറഞ്ഞ് ഒരു വഴിക്ക് സെറ്റ് ചെയ്ത ഗോൾസ് ഒക്കെ പാതിയെങ്കിലും അച്ചീവ് ചെയ്യണമെന്ന് ഡിസംബർ വരെ വലിച്ചു നീട്ടിക്കൊണ്ട് പോയിരുന്നു ഞാൻ. പക്ഷെ ഈ ഒരു ബുക്ക് വായിച്ചതിന് ശേഷം എന്ത് പ്ലാൻ ചെയ്താലും ഷോർട്ട് ഫോക്കസ്ഡ് സ്പ്രിന്റ് പോലെ പ്ലാൻ ഇട്ട് ഫോളോ ചെയ്യാൻ ഞാൻ തുടങ്ങി. ഇത് നല്ലൊരു എഫക്റ്റീവ് രീതിയായിട്ട് എനിക്ക് തോന്നാറുണ്ട്. ആൻഡ് ഇതിനായിട്ട് എന്നെ ഹെൽപ്പ് ചെയ്ത ബുക്കാണ് ദ 12 വീക്ക് ഇയർ. ബുക്ക് നമ്പർ 8 ഈറ്റ് ദാറ്റ് ഫ്രോഗ്. പണ്ട് കോളേജിൽ പഠിക്കുമ്പോൾ ഹോംവർക്ക് അസൈൻമെന്റ്സ് ഒക്കെ കിട്ടുമ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ ഈസി ആയിട്ട് തീർക്കാൻ പറ്റുന്നതൊക്കെ ചെയ്ത് തീർക്കും. പിന്നെ പാടായിട്ടുള്ളത് ചെയ്യാൻ എടുക്കുമ്പോൾ അതിന് സമയവും എനർജിയും കുറവായിരിക്കും. അപ്പോൾ അതൊക്കെ പിന്നെ ചെയ്യാം എന്ന് പറഞ്ഞ് മാറ്റി വെക്കും. ഇത് കോളേജിൽ മാത്രമല്ല, അതിനുശേഷം വർക്ക് ചെയ്യുമ്പോഴും വീട്ടിലെ ഓരോ കാര്യങ്ങളിലും ഇത് പ്രകടമായിരുന്നു. ശരിക്കും നോക്കിയാൽ ഈ പാടായിട്ടുള്ള കാര്യങ്ങൾക്കായിരിക്കും മാർക്ക് ഓർ വാല്യൂ കൂടുതൽ കിട്ടുക. സ്റ്റിൽ ഈ ഒരു രീതി ഫോളോ ചെയ്തത് കൊണ്ട് പ്രോക്രാസ്റ്റിനേഷനും കൂടി സാറ്റിസ്ഫാക്ഷനും ഇല്ലാതാവാൻ തുടങ്ങി. അതിൽ നിന്നും എന്നെ കയറാനായിട്ട് സ്റ്റാർട്ട് വിത്ത് ദ ഹാർഡസ്റ്റ് തിങ് ഫസ്റ്റ്, എവറിത്തിങ് എൽസ് ഗെറ്റ് ഈസിയർ എന്ന വാല്യുബിൾ ആയിട്ടുള്ള ലെസൺ പഠിപ്പിച്ച ബുക്കാണ് ഈറ്റ് ദാറ്റ് ഫ്രോഗ്. ബുക്ക് നമ്പർ 9 അറ്റാക്ക് യുവർ ഡേ ബിഫോർ ഇറ്റ് അറ്റാക്സ് യു. നമുക്ക് എല്ലാ ദിവസവും ഒരു കുന്നു കണക്ക് പണികൾ ചെയ്യാനുണ്ടാവും. ഒന്ന് കഴിഞ്ഞ അടുത്തത് എന്ന് പറഞ്ഞ് ചെയ്യാനുള്ള പണികളുടെ ലിസ്റ്റ് നീണ്ടു തന്നെ പോകുന്നുണ്ടാവും. ഈ ലിസ്റ്റിലുള്ള പണികൾക്ക് എല്ലാം ഒരേപോലെ ഇമ്പോർട്ടൻസ് കൊടുക്കണോ ഓർ ഓരോ ടാസ്കിന്റെ പ്രയോറിറ്റി എങ്ങനെയാണ് ഡിറ്റർമിൻ ചെയ്യേണ്ടത് എന്ന കാര്യത്തിൽ കൺഫ്യൂഷൻ അടിച്ചിരുന്ന സമയത്താണ് ഞാൻ ഈ ബുക്ക് വായിച്ചത്. നമ്മുടെ ട്രാഫിക് സിഗ്നൽസ് എക്സാമ്പിൾ ആയിട്ട് വെച്ച് കളർ കോഡ് ചെയ്ത് ജോലികൾ പ്രയോറിറ്റൈസ് ചെയ്യാനുള്ള ഒരു അടിപൊളി ട്രിക്ക് എനിക്ക് പഠിപ്പിച്ചു തന്ന ബുക്കാണ് അറ്റാക്ക് യുവർ ഡേ ബിഫോർ ഇറ്റ് അറ്റാക്സ് യു. ബുക്ക് നമ്പർ 10 ദ പവർ ഓഫ് വെൻ. ചിലർക്ക് രാവിലെ നേരത്തെ എണ്ണീറ്റ് പണികൾ ചെയ്യാൻ നല്ല എനർജി ആയിരിക്കും. നേരെ മറിച്ച് ചിലർക്കാണെങ്കിൽ രാവിലെ എണ്ണിക്കാനേ പറ്റില്ല. രാത്രിയാണ് അവര് ഫുൾ എനർജിയോടുകൂടി ഇരുന്ന് പണികൾ ചെയ്യുന്നത്. ഇതിന്റെ പിന്നിലുള്ള ആളായ ക്രോണോളജിക്കൽ റിതമിനെ കുറിച്ച് എനിക്ക് മനസ്സിലാക്കി തന്ന ബുക്കാണിത്. ഈ ബുക്ക് വായിച്ചതിന് ശേഷമാണ് ഞാനൊരു മോർണിംഗ് പേഴ്സൺ ആണ്. സോ രാവിലെ മാക്സിമം നേരത്തെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടാസ്ക് ഡീപ് വർക്കിലൂടെ തീർക്കുക. ഉച്ചയാകുമ്പോൾ എനർജി ലോ ആയി ചെറിയ ഉറക്കം വരുന്ന സമയത്ത് ഷാലോ വർക്ക് ചെയ്യുക എന്നിങ്ങനെ കോൺഷ്യസ് ആയിട്ട് ഞാൻ ഫോളോ ചെയ്യാൻ തുടങ്ങിയത്. ആൻഡ് ഇറ്റ് ഈസ് ഹെൽപ്പിംഗ് മീ ടു ബി പ്രൊഡക്റ്റീവ് താങ്ക്സ് ടു ദ ബുക്ക് ദ പവർ ഓഫ് വെൻ. ബുക്ക് നമ്പർ 11 ഇക്കിഗൈ. എല്ലാരെയും പോലെ സ്കൂളിലെ പഠിത്തം കഴിഞ്ഞ് കോളേജ്, അതിനുശേഷം ജോലി, പിന്നെ കല്യാണം, പിന്നെ കുട്ടികള് എന്നിങ്ങനെ ലൈഫ് ഒരു ഫ്ലോയിൽ അങ്ങ് പോയിക്കൊണ്ടിരുന്നപ്പോഴാണ് ഞാൻ ഈ ബുക്ക് വായിച്ചത്. എന്താണ് എന്റെ ലൈഫിന്റെ പേർപ്പസ്, എന്താണ് എന്റെ പാഷൻ, ഞാൻ ഈ ഭൂമിയിൽ ജീവിക്കുന്നത് എന്തിനു വേണ്ടിയാണ് എന്നിങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങള് എന്നോട് തന്നെ ഞാൻ ചോദിക്കാനായിട്ട് തുടങ്ങി. അങ്ങനെ ഒരുപാട് ഇരുന്ന് ആലോചിച്ചു. പിന്നെ കുറച്ച് എക്സ്പെരിമെന്റ്സ് ഒക്കെ ചെയ്ത് ഫൈനലി ഞാൻ എന്റെ ഇക്കിഗൈ എന്താണെന്ന് കണ്ടുപിടിച്ചു. അങ്ങനെ ഞാൻ കണ്ടുപിടിച്ച എന്റെ ഇക്കിഗൈയുടെ റിസൾട്ട് ആണ് ഈ ഒരു ചാനൽ. ഇപ്പൊ ലൈഫ് കുറച്ചുകൂടി സാറ്റിസ്ഫൈഡ് ആയിട്ടാണ് പോകുന്നത്. ഇതിനൊക്കെ ഒരു ട്രിഗർ തന്ന ബുക്കാണ് ഇക്കിഗായ്. ബുക്ക് നമ്പർ 11 ദ സൈക്കോളജി ഓഫ് മണി. മണിയെ കുറിച്ച് അറിയാൻ ശ്രമിക്കുമ്പോൾ നമുക്ക് ചുറ്റും ഒരുപാട് റിസോഴ്സസ് ലൈക്ക് ബുക്സ്, വീഡിയോസ്, ബ്ലോഗ് പോസ്റ്റ്, മറ്റുള്ളവരുടെ ഡയറക്റ്റ് അഡ്വൈസ് എന്നിങ്ങനെ എല്ലാം അവൈലബിൾ ആണ്. ഇതിൽ ഒരുപാട് പേരും ഡിസ്കസ് ചെയ്യുന്നത് മണി സേവ് ചെയ്യാനും ഇൻവെസ്റ്റ് ചെയ്യാനും ഗ്രോ ചെയ്യാനുമുള്ള പല വഴികളായിരിക്കും. ബട്ട് അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി മണിയുടെ സൈക്കോളജിയെ കുറിച്ച് ഡിസ്കസ് ചെയ്ത ബുക്കാണിത്. നമ്മൾ ഒരാളുടെ അടുത്ത് നിന്ന് അഡ്വൈസ് സ്വീകരിക്കുമ്പോൾ അതുവഴി അയാളുടെ മണിയോടുള്ള പെർസ്പെക്റ്റീവിലൂടെ ഇൻഫ്ലുവൻസ് ചെയ്ത നോളേജ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. അത് പലർക്കും പലതായിരിക്കും. സോ മണി സേവ് ചെയ്യാനും ഇൻവെസ്റ്റ് ചെയ്യാനും ഒക്കെയുള്ള ടെക്നിക്സ് പല സോഴ്സസിൽ നിന്ന് ലഭിച്ചാലും അത് മനസ്സിലാക്കി നമ്മുടെ മെന്റൽ ആക്സെപ്റ്റൻസിനനുസരിച്ച് ഇംപ്ലിമെന്റ് ചെയ്യുക എന്ന ഒരു നല്ല മെസ്സേജ് ആണ് ദ സൈക്കോളജി ഓഫ് മണി എന്ന ബുക്കിലൂടെ ഞാൻ പഠിച്ചത്. പാർട്ട് 3 ഡീപ് വർക്ക് ഹാബിറ്റ്സ്. ബുക്ക് നമ്പർ 13 ഡീപ് വർക്ക്. പാട്ട് കേട്ടോണ്ട് വർക്ക് ചെയ്യുക, ഇല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ജോലികൾ ചെയ്തോണ്ട് വർക്ക് ചെയ്യുക, ഇങ്ങനെയുള്ള മൾട്ടി പ്രോസസിംഗ് ഞാൻ മുൻപ് ചെയ്യുമായിരുന്നു.
ആയിരുന്നു. എന്തിന് മൾട്ടി പ്രോസസിംഗ് ചെയ്യാൻ എന്നെ കൊണ്ട് പറ്റുമെന്ന് പ്രൗഡായിട്ടും ഞാൻ വിചാരിച്ചിരുന്നു. പക്ഷേ ഈ ബുക്ക് വായിച്ചതിന് ശേഷമാണ് ഡീപ്പ് വർക്ക് ചെയ്താൽ അതിന്റെ ഔട്ട്പുട്ട് എങ്ങനെയായിരിക്കും എന്ന് ഞാൻ മനസ്സിലാക്കിയത്. ഡിസ്ട്രാക്ഷൻ ഫ്രീ എൻവയറമെന്റിൽ ഇരുന്ന് യാതൊരുവിധ ഡിസ്ട്രാക്ഷൻസും ഇല്ലാതെ ഒരു ടാസ്ക് എടുത്ത് അതിൽ മാത്രം മുഴുകിയിരുന്ന് ചെയ്യുമ്പോൾ ആ ജോലി നല്ല എഫക്റ്റീവായും പിന്നെ വേഗം തന്നെ ചെയ്തു തീർക്കാനും പറ്റുന്നുണ്ട്. അതുകൊണ്ട് നല്ല ബിസി ഡേ ആണെങ്കിൽ പോലും വെളുപ്പിനെ എണ്ണീറ്റ് അറ്റ്ലീസ്റ്റ് ഒരു 2 hours ഡീപ്പ് വർക്ക് ചെയ്യാൻ പറ്റിയാൽ തന്നെ ഐ ഫീൽ മോർ പ്രൊഡക്റ്റീവ്. ഈ ഒരു രീതിയിൽ വർക്കിനെ അപ്രോച്ച് ചെയ്യാൻ എന്നെ ഹെൽപ്പ് ചെയ്ത ബുക്കാണ് ഡീപ്പ് വർക്ക്. ബുക്ക് നമ്പർ 14 ഷോ യുവർ വർക്ക്. തുടക്കത്തിലൊക്കെ എന്റെ വർക്ക് മറ്റുള്ളവരുടെ അടുത്ത് ഷെയർ ചെയ്യാൻ എനിക്ക് മടിയായിരുന്നു. എന്തിന്, എനിക്ക് ഇങ്ങനെ ഒരു യൂട്യൂബ് ചാനൽ ഉണ്ട് എന്ന് തന്നെ ഞാൻ ആരോടും പറയില്ലായിരുന്നു. ബട്ട് ഈ ബുക്ക് വായിച്ചതിന് ശേഷമാണ് ഞാൻ എന്റെ മൈൻഡ് സെറ്റ് കുറച്ച് മാറ്റിയത്. പെർഫെക്ഷന് വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ല, പണികളൊക്കെ ചെയ്താണ് പെർഫെക്റ്റ് ആകുക. അല്ലാതെ മനസ്സിൽ ഐഡിയാസ് വെച്ചുകൊണ്ടിരുന്നാല് പെർഫെക്ഷൻ ഈ അടുത്ത കാലത്തൊന്നും എത്തില്ല. നമ്മുടെ വർക്ക് മറ്റുള്ളവർക്ക് ഷോ ചെയ്യാം, വർക്കിന്റെ പ്രോസസ്സ് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാം, അതിലൂടെ നല്ലൊരു കമ്മ്യൂണിറ്റിയും ബിൽഡ് ചെയ്യാൻ പറ്റും, വർക്കിലും ഇംപ്രൂവ്മെന്റ്സ് കാണാനായിട്ട് സാധിക്കും. ഷോ യുവർ വർക്ക് എന്ന ഈ ബുക്ക് വായിച്ചതിലൂടെയാണ് ഞാൻ ഈ ഒരു കാര്യത്തിൽ ഇംപ്രൂവ്മെന്റ്സ് കൊണ്ടുവന്നത്. ബുക്ക് നമ്പർ 15 സ്റ്റീൽ ലൈക്ക് ആൻ ആർട്ടിസ്റ്റ്. 100% ഒറിജിനൽ ആയിട്ടുള്ള ഐഡിയ എന്റെ ഉള്ളിൽ നിന്ന് വരണം എന്ന് പറഞ്ഞ് വെയിറ്റ് ചെയ്യുന്നവർ ഒരുപാട് പേരുണ്ട്. ആക്ച്വലി പറഞ്ഞാലും ഈ 100% ഒറിജിനൽ ഐഡിയ എന്ന് പറഞ്ഞ ഒരു സംഭവമില്ല. ഏതൊരു വർക്ക് ഓർ ഐഡിയ എടുത്താലും അതിന്റെ ഇൻസ്പിറേഷൻ ആയിട്ട് മറ്റൊരു വർക്ക് ഓർ മറ്റെന്തെങ്കിലും സോഴ്സ് ഉണ്ടാകും. സോ മറ്റുള്ളവരുടെ വർക്ക് സ്റ്റഡി ചെയ്ത് അതിൽ നിന്നും ഇൻസ്പിറേഷൻ എടുക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല. ഇൻസ്പിറേഷൻ എടുത്തിട്ട് നമ്മുടേതായ യുണീക്ക് എലമെന്റ് കൂടി അതിൽ ആഡ് ചെയ്ത് കൊണ്ടുവരുമ്പോഴാണ് നല്ലൊരു മാസ്റ്റർ പീസ് വർക്ക് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റുക. ഈ ഒരു രീതിയിൽ ചിന്തിച്ച് വർക്ക് ചെയ്യാനായിട്ട് എന്നെ പ്രേരിപ്പിച്ച ബുക്കാണ് സ്റ്റീൽ ലൈക്ക് ആൻ ആർട്ടിസ്റ്റ്. ബുക്ക് നമ്പർ 16 അറ്റോമിക് ഹാബിറ്റ്സ്. ഈ ബുക്ക് വായിച്ചതിന് ശേഷം എന്റെ ലൈഫിൽ ഒരുപാട് നല്ല ചേഞ്ചസ് ഉണ്ടായി. ഹാബിറ്റ് ബിൽഡിങ്ങിന്റെ റൂൾസും ആൻഡ് അതിന്റെ പിന്നിലെ ഹ്യൂമൻ സൈക്കോളജി കൂടി മനസ്സിലാക്കിയതിനു ശേഷം ഏത് പുതിയ ഹാബിറ്റ് ഡെവലപ്പ് ചെയ്യാനും ഓൾസോ ബാഡ് ഹാബിറ്റ് അവോയ്ഡ് ചെയ്യാനും ഒക്കെ ഈസി ആയി തന്നെ പറ്റുന്നുണ്ട്. അതുമാത്രമല്ല ഗോൾസിന് പിന്നാലെ പോവാതെ പകരം എല്ലാത്തിനും ഒരു സിസ്റ്റം ഉണ്ടാക്കാനായിട്ട് ഞാൻ ശ്രദ്ധിക്കാൻ തുടങ്ങിയത് ഈ ഒരു ബുക്ക് വായിച്ചതിന് ശേഷമാണ്. ഇതിനൊക്കെ എന്നെ ഹെൽപ്പ് ചെയ്ത ബുക്കാണ് അറ്റോമിക് ഹാബിറ്റ്സ്. ബുക്ക് നമ്പർ 17 എസെൻഷ്യലിസം. പല തോണിയിൽ കാല് വയ്ക്കുക, വരുന്ന എല്ലാ ടാസ്കിനോടും യെസ് പറയുക, എന്നിട്ട് എല്ലാം കൂടി വാരി വലിച്ചിട്ട് ലാസ്റ്റ് ഒരു പണിയും വിചാരിച്ച പോലെ ചെയ്ത് തീർക്കാൻ പറ്റാതെ ബേൺ ഔട്ട് ആവുന്നതൊക്കെ നമ്മളിൽ ഒരുപാട് പേരും എക്സ്പീരിയൻസ് ചെയ്യുന്നതാണ്. ഇമ്പോർട്ടന്റ് അല്ലാത്ത കാര്യങ്ങളോടൊക്കെ നോ പറയുക, ഫോക്കസ് ഓൺലി ഓൺ വാട്ട് ട്രൂലി മാറ്റേഴ്സ് എന്ന വാല്യുബിൾ ആയിട്ടുള്ള ലെസൺ എന്നെ പഠിപ്പിച്ച ബുക്കാണ് എസെൻഷ്യലിസം. ബുക്ക് നമ്പർ 18 ദ ഡിപ്പ്. ഈ ഒരു സംഭവം നമ്മളിൽ ഒരുപാട് പേരും ഫേസ് ചെയ്യാറുണ്ട്. എന്തെങ്കിലും ഒരു പുതിയ കാര്യം ചെയ്തു തുടങ്ങും, അതിനായിട്ട് ഒരുപാട് കഷ്ടപ്പെടും, പക്ഷെ വിചാരിച്ചത്ര റിസൾട്ട് കിട്ടാതാകുമ്പോൾ വേഗം തന്നെ ഡെസ്പ് അടിച്ചിട്ട് അതങ്ങ് ക്വിറ്റ് ചെയ്യും. ആക്ച്വലി ഈ ഒരു ബുക്ക് വായിച്ചതിന് ശേഷമാണ് ഡിപ്പ് എന്നൊരു സംഭവത്തെ കുറിച്ച് ഞാൻ മനസ്സിലാക്കിയതും ആ ഒരു ഡിപ്പ് എങ്ങനെയെങ്കിലും ക്വിറ്റ് ചെയ്യാതെ തരണം ചെയ്താലേ സക്സസ് ആൻഡ് ഗ്രോത്ത് ഉണ്ടാവുള്ളൂ എന്ന് ഞാൻ തിരിച്ചറിഞ്ഞതുമല്ല. നിങ്ങൾ ഏതെങ്കിലും ഒരു ഇനിഷ്യേറ്റീവ് തുടങ്ങി ഒന്നും സെറ്റ് ആവുന്നില്ല, ക്വിറ്റ് ചെയ്താലോ എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ ദ ഡിപ്പ് എന്ന ഈ ഒരു ബുക്ക് വായിച്ചതിന് ശേഷം തീരുമാനം എടുക്കുക. ഇറ്റ് മേ ചേഞ്ച് യുവർ ലൈഫ് ടു. പാർട്ട് 4 റിലേഷൻഷിപ്സ്, ഇമോഷണൽ ഇന്റലിജൻസ് ആൻഡ് മെന്റൽ സ്ട്രെങ്ത്. ബുക്ക് നമ്പർ 19 മെൻ ആർ ഫ്രം മാർസ്, വിമൻ ആർ ഫ്രം വീനസ്. ഞാനും എന്റെ ഹസ്ബൻഡും ഒരേ വേവ് ലെങ്ത് ആണ്, ഞങ്ങൾ തമ്മിലെ ഡിഫറൻസസിനേക്കാളും സിമിലാരിറ്റീസ് കൂടുതലാണെന്ന് ഞങ്ങളെ അടുത്തറിയാവുന്നവര് പറയാറുണ്ട്. അത് സത്യം തന്നെയാണ്. ബട്ട് ഒരേപോലെ ചിന്തിച്ചാലും ചില കാര്യങ്ങൾക്ക് ചില സിറ്റുവേഷനിൽ രണ്ടുപേരും റെസ്പോണ്ട് ചെയ്യുന്നത് ഡിഫറെന്റ് ആയിരിക്കും. സോ തുടക്കത്തിലൊക്കെ എന്താണ് എന്റെ ഹസ്ബൻഡ് ഞാൻ ചെയ്യുന്നത് പോലെ ചെയ്യാത്തത് എന്നൊക്കെ ഞാൻ വിചാരിച്ചിരുന്നു. പിന്നെ അല്ലേ കാര്യം മനസ്സിലായത്. എന്തൊക്കെ വേവ് ലെങ്ത് സെയിം ആണെങ്കിലും ഹി ഈസ് എ മാൻ ആൻഡ് ഐ ആം എ വുമൻ. ജെൻഡർ ഇൻഇക്വാലിറ്റിയുടെ കാര്യമല്ല ഞാൻ ഇവിടെ പറയുന്നത്. മെന്നും വിമനും ഒരേ കാര്യത്തിൽ രണ്ട് ഡിഫറെന്റ് രീതിയിലാണ് ബിഹേവ് ചെയ്യുക. മെൻ ആർ ഫ്രം മാർസ്, വിമൻ ആർ ഫ്രം വീനസ് എന്ന ഈ ഒരു ബുക്കിലൂടെയാണ് ഞാൻ ഇതൊക്കെ മനസ്സിലാക്കിയത്. അത് ഞങ്ങളുടെ റിലേഷൻഷിപ്പ് കുറച്ചുകൂടി ബെറ്റർ ആക്കി. ബുക്ക് നമ്പർ 20 ഇമോഷണൽ ഇന്റലിജൻസ് 2.0. എനിക്കുണ്ടാവുന്ന ഇമോഷൻസ് ഒക്കെ ഒന്നിരുന്ന് അതിനെ കുറിച്ചൊക്കെ ഓർത്തു നോക്കാനായിട്ട് ഹെൽപ്പ് ചെയ്ത ബുക്കാണിത്. നമുക്ക് ദേഷ്യം വരുമ്പോൾ നമ്മൾ ആരോടെങ്കിലും ചൂടാവും, അതുപോലെ സങ്കടം വരുമ്പോൾ ചിലപ്പോൾ മാറി ഇരുന്ന് കരയും, സന്തോഷം വരുമ്പോൾ ചിലപ്പോൾ തുള്ളിച്ചാടിയും നടക്കും. ഇങ്ങനെ ഓരോ ഇമോഷൻസ് വരുമ്പോൾ നമ്മൾ പല രീതിയിലാണ് റെസ്പോണ്ട് ചെയ്യാറുള്ളത്. ബട്ട് നമ്മൾ റെസ്പോണ്ട് ചെയ്യുന്ന രീതി നമ്മളെ എങ്ങനെയാണ് എഫക്ട് ചെയ്യുന്നത്, മറ്റുള്ളവരെ എങ്ങനെയാണ് എഫക്ട് ചെയ്യുന്നത്, അതുമൂലം റിലേഷൻഷിപ്പിന്റെ ക്വാളിറ്റി കുറയുന്നുണ്ടോ എന്നൊക്കെ ഒന്നിരുന്ന് ചിന്തിപ്പിച്ച് റെസ്പോൺസ് ഇംപ്രൂവ് ചെയ്യുമ്പോഴാണ് നമ്മുടെ ഇമോഷണൽ ഇന്റലിജൻസ് കൂടുന്നത്. ഇതിനായിട്ട് ഇമോഷണൽ ഇന്റലിജൻസ് 2.0 എന്ന ബുക്ക് എന്നെ വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. ബുക്ക് നമ്പർ 21 ഹൂ വിൽ ക്രൈ വെൻ യു ഡൈ. ചെറിയ ചെറിയ ചാപ്റ്റേഴ്സിലൂടെ ഈ ഒരു ബുക്ക് വായിക്കുമ്പോൾ ഓരോ പേജിലെ കാര്യങ്ങളും ഒന്നിരുന്ന് ഒരു പോസ് എടുത്ത് പല കാര്യങ്ങളും റിഫ്ലക്ട് ചെയ്യാനായിട്ട് എന്നെ പ്രേരിപ്പിച്ചിട്ടുണ്ട്. ലൈഫിന്റെ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യാൻ പല രീതിയിലെ ടിപ്സ് ഈ ബുക്കിലുണ്ട്. ഈ ബുക്ക് ഞാൻ റീഡിങ്ങിന്റെ ബിഗിനിങ് ഫേസിലാണ് വായിച്ചത്. സോ
ആ ടൈമിൽ ഷോർട്ടായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി ലൈഫിൽ അതൊക്കെ അപ്ലൈ ചെയ്യാനായിട്ട് എനിക്ക് നല്ല ഈസി ആയിരുന്നു. ഹൂ വിൽ ക്രൈ വെൻ യു ഡൈ എന്ന ഈ ബുക്ക് വായിച്ചിട്ടാണ് ഞാൻ മൈൻഡ്ഫുൾ ആയിട്ട് ഡിവൈസ് യൂസ് ചെയ്യാൻ തുടങ്ങിയതും റിഫ്ലക്ട് ചെയ്യാനായിട്ട് നേച്ചറിൽ ടൈം സ്പെൻഡ് ചെയ്യാൻ തുടങ്ങിയതും മറ്റുള്ളവരുടെ പെർസ്പെക്റ്റീവ്സ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നതുമല്ല. ബുക്ക് നമ്പർ 22 ദ 12-hour walk. ഈ ഒരു ബുക്ക് കാരണമാണ് ഞാൻ ഡ്രൈവിംഗ് പഠിച്ചത്. അതുപോലെ ലൈഫിൽ ചെയ്യാൻ പേടിച്ചിരുന്ന പല കാര്യങ്ങളും ധൈര്യത്തോടെ ചെയ്യാനായിട്ട് എനിക്കൊരു മോട്ടിവേഷൻ തന്ന ബുക്ക് കൂടിയാണ്. കോളിൻ ഒബ്രാഡി തന്റെ ഓരോ ലൈഫ് എക്സ്പീരിയൻസസ് ഷെയർ ചെയ്തുകൊണ്ട് നമുക്കുണ്ടാവാറുള്ള ലിമിറ്റിംഗ് ബിലീഫ്സ് ഒക്കെ എങ്ങനെ ഒരു ഗ്രോത്ത് മൈൻഡ് സെറ്റ് ആക്കാം എന്ന് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള ബുക്കാണ് ദ 12-hour walk. ബുക്ക് നമ്പർ 23 13 things mentally strong people don't do. ഫാമിലിയിൽ എന്തെങ്കിലും ബാഡ് ആയിട്ട് സംഭവിച്ചാല് അതൊക്കെ ഞാൻ കാരണമാണ് എന്ന് ചിന്തിച്ച് സെൽഫ് ബ്ലെയിം ചെയ്യുന്നത്, എനിക്ക് എപ്പോഴും ചീത്ത കാര്യങ്ങളെ നടക്കുള്ളൂ, ഞാൻ അൺലക്കി ആണ് എന്ന് വിചാരിച്ച് സെൽഫ് പിറ്റി ചെയ്യുന്നത്, മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി എപ്പോഴും അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്ത് പീപ്പിൾ പ്ലീസിങ് ചെയ്യുന്നത്, എപ്പോഴും മറ്റുള്ളവരുടെ കൂടെ തന്നെ കമ്പയർ ചെയ്യുന്നത്, ഇതൊക്കെ ഒഴിവാക്കിയാൽ തന്നെ നമുക്ക് നല്ല മെന്റലി സ്ട്രോങ് പീപ്പിൾ ആകാനായിട്ട് പറ്റും. എനിക്ക് അതിനുള്ള ഒരു റിമൈൻഡർ പോലെ ആയിരുന്നു 13 things mentally strong people don't do എന്ന ഈ ഒരു ബുക്ക്. പാർട്ട് 5 parenting transformations. ബുക്ക് നമ്പർ 24 how to talk so kids will listen and listen so kids will talk. എന്റെ പാരന്റിങ് നല്ലപോലെ ഇംപ്രൂവ് ചെയ്യാനായിട്ട് സഹായിച്ച ഒരു ബുക്കാണിത്. കുട്ടികൾ എന്തെങ്കിലും ഒരു കാര്യത്തിന് നമ്മൾ അപ്രോച്ച് ചെയ്യുമ്പോൾ വേഗം തന്നെ അങ്ങോട്ട് ലെക്ചർ അടിക്കാതെ അവർക്ക് പറയാനുള്ളത് ഫുൾ ആയിട്ട് കേൾക്കുക, അവരുടെ ഫീലിങ്സ് മനസ്സിലാക്കുക, എന്നിട്ട് ആ ഫീലിങ്സ് ഒക്കെ അക്നോളേജ് ചെയ്യുക. അതുപോലെ ഇങ്ങനെ ഓരോ കാര്യങ്ങൾക്കും കുട്ടികളോട് എങ്ങനെയാണ് സംസാരിക്കേണ്ടത് എന്ന് എനിക്ക് നല്ലപോലെ മനസ്സിലാക്കി തന്ന ബുക്കാണ് ഹൗ ടു ടോക്ക് സോ കിഡ്സ് വിൽ ലിസൺ ആൻഡ് ലിസൺ സോ കിഡ്സ് വിൽ ടോക്ക്. ഇറ്റ് ചേഞ്ച് മൈ പാരന്റിംഗ് ലൈഫ്. ബുക്ക് നമ്പർ 25 ദ ഹോൾ ബ്രെയിൻ ചൈൽഡ്. കുട്ടികൾ ഓരോ സിറ്റുവേഷനും എന്തുകൊണ്ടാണ് ഇങ്ങനെ റിയാക്ട് ചെയ്യുന്നത്, അവർ എന്തുകൊണ്ടാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന പോലെ റിയാക്ട് ചെയ്യുന്നില്ല എന്നൊക്കെ സയന്റിഫിക് രീതിയിൽ കാര്യങ്ങൾ അവതരിപ്പിച്ചിട്ടുള്ള ഒരു ബുക്കാണിത്. ഇത് വായിച്ചത് കൊണ്ട് എനിക്ക് ഓരോ സിറ്റുവേഷനിലും എന്റെ കുട്ടികളോട് എങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്യേണ്ടത് എന്ന് നല്ലപോലെ മനസ്സിലാക്കാനായിട്ട് പറ്റും. അത് വീട്ടിലെ പാരന്റിംഗ് കയോസ് ഒക്കെ നല്ലപോലെ കുറച്ചു. ഇതിനായിട്ട് എന്നെ ഹെൽപ്പ് ചെയ്ത ബുക്കാണ് ദ ഹോൾ ബ്രെയിൻ ചൈൽഡ്. ബുക്ക് നമ്പർ 26 സിബ്ലിംഗ്സ് വിത്തൗട്ട് റൈവൽറി. ഒന്നിലധികം കുട്ടികളുള്ള വീട്ടിലെ സിബ്ലിംഗ് ഫൈറ്റ് സോൾവ് ചെയ്യാൻ തന്നെ പാരന്റ്സ് നല്ല പാടുപെടാറുണ്ട്. ചില സമയം പാരന്റ്സിന് ഫുൾ കൺഫ്യൂഷൻ ആയിരിക്കും. ഇതിപ്പോൾ ആരുടെ സൈഡാണ് തെറ്റ്, ആരെയാണ് ഫേവർ ചെയ്യേണ്ടത്, ഇനിയിപ്പോ ആരുടെ സൈഡാണ് തെറ്റെന്ന് കണ്ടുപിടിച്ചാലും അതെങ്ങനെയാണ് ഇപ്പോ രണ്ട് കുട്ടികൾക്കും വിഷമം വരാതെ സോൾവ് ചെയ്യേണ്ടത്. ഇങ്ങനെ ഡൗട്ട് അടിച്ചിരിക്കുന്ന പാരന്റ്സിന് ട്രൈ ചെയ്യാവുന്ന ഒരു ബുക്കാണ് സിബ്ലിംഗ്സ് വിത്തൗട്ട് റൈവൽറി. ബുക്ക് നമ്പർ 27 മൈൻഡ്ഫുൾ പാരന്റിംഗ്. കുട്ടികളുള്ള വീട് എപ്പോഴും നല്ല ജഗപൊകയായിരിക്കും. എല്ലാം കുഴഞ്ഞു മറിഞ്ഞ് ഫുൾ അവരുടെ പുറകെ ഓടി പാരന്റ്സിന്റെ എനർജി ഫുള്ള് പോയി തല പെരുത്ത് നടക്കും എന്നൊക്കെ പറയാറുണ്ടല്ലേ. ബട്ട് എന്തൊക്കെ മെസ്സിനെസ് കുട്ടികൾ കാണിച്ചാലും അതൊക്കെ എങ്ങനെ മൈൻഡ്ഫുൾ ആയിട്ട് ഹാൻഡിൽ ചെയ്ത് നമ്മുടെ പാരന്റിംഗ് ലൈഫ് നല്ല മൈൻഡ്ഫുൾ ആക്കാം, അതുവഴി സ്ട്രെസ് ആൻഡ് ബേൺ ഔട്ട് ഒക്കെ ഒഴിവാക്കി ലൈഫിലെ നല്ല നല്ല മൊമെന്റ്സ് ഒക്കെ പീസ്ഫുൾ ആയിട്ട് എങ്ങനെ എൻജോയ് ചെയ്യാം എന്ന് എനിക്ക് പഠിപ്പിച്ചു തന്ന ബുക്കാണ് മൈൻഡ്ഫുൾ പാരന്റിംഗ്. ബുക്ക് നമ്പർ 28 5 ലവ് ലാംഗ്വേജസ് ഓഫ് ചിൽഡ്രൻ. എല്ലാവരും സ്നേഹം അഥവാ ലവ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ഓരോ ലാംഗ്വേജിലൂടെയാണ്. അതിനെയാണ് ലവ് ലാംഗ്വേജ് എന്ന് പറയുന്നത്. കുട്ടികൾക്കും ഇതുപോലെ 5 ലവ് ലാംഗ്വേജസ് ഉണ്ടെന്ന് എനിക്ക് മനസ്സിലാക്കി തന്ന ബുക്കാണിത്. കുട്ടികൾക്ക് മനസ്സിലാവുന്ന ലവ് ലാംഗ്വേജിൽ നമ്മൾ അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തില്ലെങ്കിൽ മറ്റേതൊക്കെ രീതിയിൽ സ്നേഹം കാണിച്ചാലും അവർക്ക് സ്നേഹം കിട്ടാത്ത പോലെ തോന്നുള്ളൂ. സോ അത് മനസ്സിലാക്കി കുട്ടികളുമായി ഇടപഴകേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. എന്റെ വീട്ടിലെ 2 കുട്ടികളുടെ ലവ് ലാംഗ്വേജും ഡിഫറെന്റ് ആണ്. അത് കണ്ടെത്തിയാൽ പിന്നെയാണ് ഞങ്ങൾ 2 പേരോടും ഇന്ററാക്ട് ചെയ്യുമ്പോൾ അവരുടെ ലവ് ലാംഗ്വേജ് ഏതാണോ അത് യൂസ് ചെയ്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുന്നത്. ഇതിനെ കുറിച്ചൊക്കെ എനിക്ക് മനസ്സിലാക്കി തന്ന ബുക്കാണ് 5 ലവ് ലാംഗ്വേജസ് ഓഫ് ചിൽഡ്രൻ. ബുക്ക് നമ്പർ 29 10 മോസ്റ്റ് കോമൺ മിസ്റ്റേക്സ് ഗുഡ് പാരന്റ്സ് മേക്ക്. എത്രയൊക്കെ മൈൻഡ്ഫുൾ ആയിട്ട് പാരന്റിംഗ് ചെയ്താലും നമ്മൾ അറിയാതെ തന്നെ എന്തെങ്കിലും ചെറിയ ചെറിയ മിസ്റ്റേക്സ് ചെയ്യും. മിസ്റ്റേക്സ് ചെറുതാണെങ്കിലും കുട്ടികളിൽ അതിന്റെ എഫക്ട് ചിലപ്പോൾ അത്ര ചെറുതായിരിക്കില്ല. അങ്ങനെയുള്ള 10 മിസ്റ്റേക്സിനെ കുറിച്ച് ഞാൻ അറിഞ്ഞത് ഈ ബുക്ക് വായിച്ചപ്പോഴാണ്. ഞാനും ഇതിലെ കുറച്ച് മിസ്റ്റേക്സ് ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. സോ അതൊക്കെ കറക്റ്റ് ചെയ്ത് കുറച്ചുകൂടി എന്റെ പാരന്റിംഗ് ഇംപ്രൂവ് ചെയ്യാൻ എന്നെ ഹെൽപ്പ് ചെയ്ത ബുക്കാണ് 10 മോസ്റ്റ് കോമൺ മിസ്റ്റേക്സ് ഗുഡ് പാരന്റ്സ് മേക്ക്. ബുക്ക് നമ്പർ 30 ടൈം ടു പാരന്റ്. ഒരു കുട്ടിയായി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കുറെ കാര്യങ്ങൾ അങ്ങ് മറക്കും. എക്സസൈസ് ചെയ്യാൻ, കുറച്ച് അലോൺ ടൈം എടുക്കാൻ, സെൽഫ് കെയർ ചെയ്യാൻ, എന്തിന് സമയത്ത് ഭക്ഷണം കഴിക്കാൻ വരെ മറക്കും. നമുക്ക് എപ്പോഴും നമ്മുടെ കുട്ടിയായിരിക്കും ഫസ്റ്റ് പ്രയോറിറ്റി. എന്റെ കുഞ്ഞ് ഫുള്ള് കഴിക്കാതെ ഇപ്പോൾ ഞാൻ
എങ്ങനെയാ കഴിക്കുന്നത് എന്നൊക്കെ വിചാരിച്ച് ഫുള്ള് കുട്ടിയുടെ പുറകെ മണിക്കൂർ കണക്ക് നടന്നിട്ട് അതിനുശേഷം ഫുഡ് കഴിച്ചിരുന്ന ആളായിരുന്നു ഞാൻ. പക്ഷെ ഈ ബുക്ക് വായിച്ചതിന് ശേഷമാണ് എന്റെ കുട്ടിയെ നന്നായി നോക്കാൻ ഫസ്റ്റ് ഞാൻ എന്നെ തന്നെ നന്നായി നോക്കണം എന്ന് മനസ്സിലാക്കിയത്. എക്സസൈസ്, ഫണ്ണ്, സെൽഫ് കെയർ ഇതിനൊക്കെ സമയം കണ്ടെത്താൻ തുടങ്ങിയത്. ടൈം ടു പാരന്റ് എന്ന ബുക്കിലൂടെ ഞാൻ പഠിച്ച ഒരു വലിയ ലെസൺ ആണ് ടു റേസ് എ ഹ്യൂമൻ ബീങ് യു ഹാവ് ടു ബി എ ഹ്യൂമൻ ബീങ്. ഈ ഒരു ലെസൺ ഞാൻ എപ്പോഴും ഓർക്കാറുണ്ട്. പാർട്ട് 6 ഹെൽത്ത് ആൻഡ് വെൽ ബീയിങ്. ബുക്ക് നമ്പർ 31 ഈറ്റ്, മൂവ്, സ്ലീപ്. നല്ലൊരു ഹെൽത്തി ലൈഫിന് വേണ്ട 3 മെയിൻ പില്ലേഴ്സ് ആണ് ഈറ്റ്, മൂവ്, സ്ലീപ്. ഈറ്റ് എന്ന പാർട്ട് നല്ലപോലെ ശ്രദ്ധിച്ചാലും വർക്ക് കൂടുതലുള്ളപ്പോൾ ഞാൻ കോംപ്രമൈസ് ചെയ്തിരുന്ന 2 പാർട്സ് ആയിരുന്നു മൂവ് ആൻഡ് സ്ലീപ്പ്. ചെറിയ ചെറിയ ചേഞ്ചസിലൂടെ ഇതെല്ലാം ഡെയിലി ഒരേപോലെ ശ്രദ്ധിക്കാൻ പറ്റും എന്ന് എനിക്ക് മനസ്സിലാക്കി തന്ന ബുക്കാണിത്. അതുപോലെ തന്നെ ഇതൊക്കെ ചെറിയ കാര്യമല്ലേ എന്ന് പലപ്പോഴായിട്ട് നമ്മൾ ഇഗ്നോർ ചെയ്യുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ പിന്നീട് ലൈഫിൽ വലിയൊരു പ്രോബ്ലമായി വരും എന്നതിനെ കുറിച്ചും എനിക്ക് മനസ്സിലാക്കി തന്നത് ഈ ഒരു ബുക്കാണ്. ഈറ്റ്, മൂവ്, സ്ലീപ്പ് എന്ന ഈ ഒരു ബുക്കിലൂടെ ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യാനുള്ള ഒരുപാട് ടിപ്സിനെ കുറിച്ച് മനസ്സിലാക്കി ഞാൻ ഇപ്പോൾ എന്റെ ലൈഫിൽ ഫോളോയും ചെയ്യുന്നുണ്ട്. ബുക്ക് നമ്പർ 32 യു ക്യാൻ ഹാവ് എ ബെറ്റർ പീരിയഡ്. പീരിയഡ്സ് ആകാറായി എന്ന് കേൾക്കുമ്പോൾ തന്നെ ടെൻഷൻ അടിക്കുന്ന ഗേൾസ് ഒരുപാടുണ്ട്. ഞാനും അതിലൊരാളായിരുന്നു. പീരിയഡ്സ് ടൈമിലെ പെയിൻ ഒക്കെ നോർമൽ ആണ്, അതൊക്കെ എന്തായാലും സഹിച്ചേ പറ്റുള്ളൂ എന്നൊക്കെയായിരുന്നു ഞാനും വിചാരിച്ചിരുന്നത് ഈ ഒരു ബുക്ക് വായിക്കുന്നതിന് മുമ്പ് വരെ. ബട്ട് ആഫ്റ്റർ റീഡിംഗ് ദിസ് ബുക്ക് ഡയറ്റിലെ കുറച്ച് ചേഞ്ചസിലൂടെയും എക്സസൈസസ് റൂട്ടീനിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതിലൂടെയും ഐ ക്യാൻ ഓൾസോ ഹാവ് എ ബെറ്റർ പീരിയഡ് എന്ന് ഞാൻ മനസ്സിലാക്കി. താങ്ക്സ് ടു ദ ബുക്ക് യു ക്യാൻ ഹാവ് എ ബെറ്റർ പീരിയഡ്. ബുക്ക് നമ്പർ 33 ഡിജിറ്റൽ മിനിമലിസം. എന്റെ ഒരു ഒപ്പീനിയനിൽ ഇപ്പോഴത്തെ ഫാസ്റ്റ് പേസ്ഡ് ആയിട്ടുള്ള ഓൾസോ ടെക്നോളജി സർപ്ലസ് ആയിട്ടുള്ള ഈ ഒരു കാലഘട്ടത്തിൽ എല്ലാവരും വായിച്ചിരിക്കേണ്ട ഒരു ബുക്കാണ് ഡിജിറ്റൽ മിനിമലിസം. ഫോണിൽ എപ്പോഴും സ്ക്രോൾ ചെയ്തിരിക്കുമ്പോൾ നമ്മുടെ വിലപ്പെട്ട സമയം നഷ്ടമാകുന്നതിനോടൊപ്പം നമ്മുടെ അറ്റൻഷൻ സ്പാൻ ആൻഡ് ക്രിയേറ്റിവിറ്റി കൂടിയാണ് നഷ്ടമാകുന്നത്. ടൈം വേസ്റ്റ് ആക്കുന്ന രീതിയിൽ കുറെ നേരം ഫോണിൽ സ്ക്രോൾ ചെയ്തില്ലെങ്കിലും ഇടയ്ക്കിടയ്ക്കൊക്കെ ഫോൺ എടുത്ത് സോഷ്യൽ മീഡിയയിൽ ചുമ്മാ വലിയ ഉദ്ദേശമൊന്നുമില്ലാതെ സ്ക്രോൾ ചെയ്യുമായിരുന്നു ഞാൻ. ബട്ട് അതെന്റെ ക്രിയേറ്റിവിറ്റി ഇല്ലാതാക്കുന്നു എന്ന് ഞാൻ വിറ്റ്നസ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ മുതൽ ഞാൻ അതൊക്കെ നല്ലപോലെ കുറച്ചു. അതിനുള്ള അവയർനെസ്സും ടിപ്സും എനിക്ക് തന്ന ബുക്കാണ് ഡിജിറ്റൽ മിനിമലിസം. ബുക്ക് നമ്പർ 34 ദ ലൈഫ് ചേഞ്ചിങ് മാജിക് ഓഫ് ടൈഡിങ് അപ്പ്. നമ്മുടെ വീട്ടിലെ കുറെ സ്പേസസ് ഒന്ന് നോക്കിയാൽ കാണാൻ പറ്റും ഇങ്ങനെ ഒരു സാധനം ഈ വീട്ടിലുള്ള കാര്യം എനിക്ക് ഓർമ്മയേ ഇല്ല എന്ന് പറയുന്ന പോലത്തെ കുറച്ച് ഐറ്റംസ്. അതൊക്കെ ആക്ച്വലി വീട്ടിലില്ലെങ്കിലും നമ്മുടെ ലൈഫ് എപ്പോഴും പോലെ നോർമൽ ആയി തന്നെ പോകുള്ളൂ. ബട്ട് അതൊക്കെ ഒന്ന് ഡീക്ലട്ടർ ചെയ്ത് കളയണം, എന്നിട്ട് വീടൊക്കെ ഒന്ന് ക്ലീൻ ആക്കണം എന്ന് പറയുമ്പോൾ നമുക്ക് മിക്കപ്പോഴും അത് സാധിക്കാറില്ല. വീട്ടിലുള്ളത് പോലും അറിയാതെ നമ്മുടെ ഫിസിക്കൽ സ്പേസ് കവർന്നെടുക്കുന്ന ഐറ്റംസ് ഒക്കെ വിത്തൗട്ട് റിഗ്രറ്റ് ഡീക്ലട്ടർ ചെയ്ത് ഫിസിക്കൽ സ്പേസും അതിനോടൊപ്പം കുറച്ച് മെന്റൽ സ്പേസും ക്ലിയർ ആയിട്ട് വെക്കാൻ എനിക്കൊരു ഇൻസ്പിറേഷൻ തന്ന ബുക്കാണ് ദ ലൈഫ് ചേഞ്ചിങ് മാജിക് ഓഫ് ടൈഡിങ് അപ്പ്. പാർട്ട് 7 സ്റ്റോറി ആൻഡ് ഇൻസ്പിറേഷൻ. ബുക്ക് നമ്പർ 35 ഷൂഡോ. ഇത് നൈക്കിയുടെ ഫൗണ്ടർ ഫിൽ നൈറ്റിന്റെ മെമ്മോയർ ആണ്. ഫ്രം ദ സ്ക്രാച്ച് ഫിൽ നൈറ്റ് എങ്ങനെയാണ് നൈക്കി എന്ന റിനൗണ്ട് ബ്രാൻഡ് ഉണ്ടാക്കിയെടുത്തത് എന്ന സ്റ്റോറിയാണ് ഈ ബുക്കിലുള്ളത്. ഒരു മെമ്മോയർ ആണെങ്കിലും എനിക്കിതൊരു ത്രില്ലർ ബുക്ക് വായിച്ചതുപോലെയാണ് ഫീൽ ചെയ്തത്. എല്ലാം വിചാരിച്ച പോലെ റെഡി ആയാലേ ഞാനൊരു കാര്യം തുടങ്ങുള്ളൂ എന്നുള്ള മൈൻഡ് സെറ്റ് മാറ്റി എന്തെങ്കിലും ഇനിഷ്യേറ്റ് തുടങ്ങാനുള്ള ഒരു ഐഡിയ ഉണ്ട്, നല്ലൊരു ഡിറ്റർമിനേഷനും ഉണ്ടെങ്കിൽ ബാക്കി ഒന്നും നോക്കാതെ ധൈര്യത്തോടെ തുടങ്ങുക. മിക്ക സക്സസ് ജേർണീസും അങ്ങനെയൊക്കെയാണ് തുടങ്ങിയിട്ടുള്ളത്. അതല്ലാതെ എല്ലാം റെഡി ആവട്ടെ എന്ന് വെയിറ്റ് ചെയ്തിരുന്നു കഴിഞ്ഞാൽ ഇരുന്നിടത്ത് അങ്ങനെ തന്നെ ഇരിക്കുള്ളൂ. ഇതൊക്കെ ഷൂ ഡോഗ് എന്ന ബുക്കിലൂടെയാണ് ഞാൻ പഠിച്ചത്. ഓൾസോ എന്റെ ലൈഫിലും ഫോളോ ചെയ്യാറുണ്ട്. ബുക്ക് നമ്പർ 36 ചിക്കൻ സൂപ്പ് ഫോർ ദ സോൾ, പവർ ഓഫ് എസ്. ഏതെങ്കിലും പുതിയൊരു കാര്യം തുടങ്ങണം, പുതിയ കാര്യങ്ങൾ പഠിക്കണം എന്നൊക്കെ വരുമ്പോൾ കുറെ റീസൺസ് ഒക്കെ പറഞ്ഞ് നമ്മൾ അതിൽ നിന്നൊക്കെ മാറി മടിച്ചു നിൽക്കാറുണ്ട്. മറ്റുള്ളവർ എന്നെ കുറിച്ച് എന്ത് വിചാരിക്കും, ഞാൻ ഫെയിൽ ആയെങ്കിലോ, ഇത്രയൊക്കെ പ്രായമായില്ലേ, ഇനിയിപ്പോ ഇതൊക്കെ എന്തിനാണ്, എനിക്ക് ഇതിനൊന്നും ടൈമില്ല, അത് ഇത് എന്നൊക്കെ നമ്മൾ കണ്ടുപിടിക്കുന്ന റീസൺസിന്റെ ലിസ്റ്റ് ചിലപ്പോൾ നീണ്ടു പോയേക്കാം. ബട്ട് വാട്ട് ഇഫ് യു സെഡ് യെസ് ടു ദാറ്റ്? നിങ്ങൾ മടിച്ചു നിൽക്കുന്ന കാര്യത്തോട് ഒരു എസ് പറഞ്ഞാൽ നിങ്ങളുടെ ലൈഫ് എങ്ങനെയൊക്കെ മാറും എന്ന് ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? അങ്ങനെ കുറെ കാര്യങ്ങളോട് എസ് പറയാനായിട്ട് എനിക്കൊരു മോട്ടിവേഷൻ തന്ന ബുക്കാണ് ചിക്കൻ സൂപ്പ് ഫോർ ദ സോൾ, പവർ ഓഫ് യെസ്. ബുക്ക് നമ്പർ 37 ബിഫോർ ദ കോഫി ഗെറ്റ്സ് കോൾഡ്. നമ്മുടെ ലൈഫിലെ ചില മൊമെന്റ്സ് ഒക്കെ ഒന്ന് ടൈം ട്രാവൽ ചെയ്ത് പുറകിലോട്ട് പോയി അതൊക്കെ മാറ്റിയാൽ കൊള്ളാമായിരുന്നു എന്ന് വിചാരിക്കുന്ന ഒരു മൊമെന്റ് എങ്കിലും നമുക്ക് എല്ലാവർക്കും ഉണ്ടാവും. പക്ഷെ കഴിഞ്ഞു പോയ കാലം പോയിട്ട് തിരുത്താനൊന്നും എന്തായാലും പറ്റില്ല. പക്ഷെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്. കഴിഞ്ഞു പോയതൊക്കെ ഓർത്ത് റിഗ്രറ്റ് ചെയ്യാതെ അതിനെ ഡിഫറെന്റ് ആംഗിളിലൂടെ കാണുക. അത് കറക്റ്റ് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അതൊക്കെ കറക്റ്റ് ചെയ്യാനായിട്ട് നോക്കുക. സേ സപ്പോസ് ഫാമിലി മെമ്പേഴ്സ് ഓർ ഫ്രണ്ട്സിന്റെ അടുത്ത് അവർ എപ്പോഴെങ്കിലും ചെയ്ത ഒരു നെഗറ്റീവ് ആയിട്ടുള്ള കാര്യം ഓർത്ത് ക്ഷമിക്കാതെ വൈരാഗ്യം മനസ്സിൽ വെക്കുന്നതിന് പകരം അവർക്ക് ക്ഷമ കൊടുക്കാം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്നെ ഒന്ന് മനസ്സിരുത്തി ചിന്തിപ്പിച്ച ബുക്കാണ്
ബുക്കാണിത്. പാസ്റ്റിനെ കുറിച്ച് ഇങ്ങനെ ഒരു അവയർനെസ് വരുമ്പോൾ ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ മൈൻഡ്ഫുൾ ആയിട്ട് ചെയ്യാൻ നമ്മളെ ഒന്ന് പ്രേരിപ്പിക്കും. ഈ ഒരു മൊമെന്റ് ഫ്യൂച്ചറിൽ എനിക്ക് തിരുത്താൻ പറ്റില്ല എന്ന് ഓർക്കുമ്പോൾ കുറച്ചുകൂടെ ഒരു പ്രസൻസ് ഓഫ് മൈൻഡ് കൊണ്ടുവരാൻ പറ്റുന്നുണ്ട്. ഇതൊക്കെ ബിഫോർ ദ കോഫി ഗെറ്റ്സ് കോൾഡ് എന്ന ഈ ഒരു ടൈം ട്രാവൽ ഫിക്ഷൻ ബുക്ക് വായിച്ചതിലൂടെയാണ് എനിക്ക് ചെയ്യാനായിട്ട് പറ്റിയത്. അപ്പോൾ ഇതൊക്കെയാണ് എന്റെ ലൈഫ് ചേഞ്ച് ചെയ്ത 37 ബുക്സ്. നിങ്ങളുടെ ലൈഫ് ചേഞ്ച് ചെയ്ത ബുക്സ് ഏതൊക്കെയാണ്? ഓർ ഇതിൽ ഏതെങ്കിലും ബുക്സ് നിങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ ഈ വീഡിയോയിൽ കമന്റ് ചെയ്യുക. ഹോപ്പ് ദിസ് വീഡിയോ വാസ് യൂസ്ഫുൾ. നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.